ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ. അപ്പം ഇതെന്താണെന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലേ? ഇത് നഗരപ്രദക്ഷിണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനിറങ്ങിയതാണ് നമ്മുടെ പള്ളിയിൽ നിന്ന്. ഓക്കെ, അപ്പം ഗുഡ് ഫ്രൈഡേക്ക് നഗരപ്രദക്ഷിണം ഉള്ളതാണല്ലോ. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മുടെ നഗരപ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. രാവിലെ മുതൽ പ്രെയറുണ്ട്, പക്ഷേ 3 മണിക്കാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ആദ്യമേ കുരിശിൻ്റെ വണക്കമുണ്ട്, അത് കഴിയുമ്പം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വേ ഓഫ് ക്രോസ്, കുരിശിൻ്റെ വഴി, അതിന് ശേഷമാണ് നഗരപ്രദക്ഷിണം. ഓക്കെ, അപ്പോൾ ഈ നഗരപ്രദക്ഷിണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ കറങ്ങുകയല്ല, നമ്മൾ ജീസസിനെയും വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റാണ്, പ്രൊസഷൻ്റെ ലാസ്റ്റ് ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ ഭക്തിയോടെ തന്നെ പ്രദക്ഷിണത്തിന് പോവുകയാണ്. ഗായക സംഘം പുത്തമ്പാന വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിപ്പോൾ ഇവിടെ ഇടാത്തതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഗായക സംഘത്തിൻ്റെ പുത്തമ്പാന വായന നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പം അതോടുകൂടി വളരെ ഭക്തിയോടെ തന്നെയാണ് പ്രെയർ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രെയറിൻ്റെ ഒപ്പം നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്, ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം ഞാനൊന്ന് കൂടുന്നത്. ഞാൻ പറഞ്ഞു, ഈ 2025 എന്ന് പറയുന്നത് എനിക്ക് എല്ലാത്തിനും പങ്കെടുക്കാൻ പറ്റിയൊരു വർഷമാണ്. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഞങ്ങളുടെ ഇടവകയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും ഇന്ന് ദുഃഖവെള്ളിയാഴ്ച എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും കടുമാങ്ങയും ഒക്കെ കഴിച്ചു. അതൊക്കെ ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ. എന്തെന്നില്ലാത്തൊരു ടേസ്റ്റാണ് നമ്മളിവിടുന്ന് ഇത് കഴിക്കുമ്പോഴത്തേന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ്, അത് എല്ലാ പള്ളിയിലും ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് ദുഃഖവെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും ഉണ്ട് കഞ്ഞിയും പയറും കടുമാങ്ങയും ഒക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിലും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട് എന്തേരം ആൾക്കാരുണ്ടെന്നറിയാം, ഞങ്ങളുടെ പള്ളിയിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നഗരപ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം പിന്നെ കബറടക്കമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ജീസസിനെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ മഞ്ചിൽ കൊണ്ടുപോകും. അത് ഞാൻ കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ നമുക്ക് കബറടക്കം ഉണ്ട്. ആ ചടങ്ങും കൂടെ കഴിഞ്ഞാലേ ഞങ്ങളുടെ ദുഃഖവെള്ളിയാഴ്ചയെന്ന് പൂർത്തിയാകത്തുള്ളൂ. അപ്പം ഇപ്പം നഗരപ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രയറും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, ആരും സ്കിപ്പ് ചെയ്യല്ലേ, എല്ലാവരും ഈ വീഡിയോ ഫുൾ കാണുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകും. കാരണം ഇത് ജീസസിൻ്റെ പേരിലാണ് ഞാൻ ഈ കാണിക്കുന്നത്, ഗുഡ് ഫ്രൈഡേ എന്നുള്ളത്. എല്ലാവർക്കും അക്രൈസ്തവരും ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മുടെ ചർച്ചിൽ. കാരണം അവർക്ക് അവരുടെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവരാ വയ്ക്കുന്ന നിയോഗങ്ങളൊക്കെ അവർക്ക് സാധിച്ചു കിട്ടുന്നതുകൊണ്ട് ഒരുപാട് അക്രൈസ്തവർ നമ്മുടെ പള്ളിയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കായംകുളം സെയിൻറ്റ് ആനീസ് ചർച്ച്, ആ ചർച്ചിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. ഈ വീഡിയോ കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ പ്രൊസഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ജീസസിൻ്റെ മഞ്ചൽ കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് ഞാൻ പിന്നെ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ പറയുകയാണ്, എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ. ഓക്കെ, അപ്പം നമ്മുടെ പിന്നെ ആദ്യമേ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ, പിന്നെ പുരുഷന്മാർ, പിന്നെയാണ് നമ്മുടെ മഞ്ചലുമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ മഞ്ചൽ വരും. പിന്നെ പുരുഷന്മാരും നല്ലവണ്ണം ഉണ്ടെന്ന്. സാധാരണത്തെക്കാട്ടി ആൾ കുറവാണെന്നൊക്കെ അവിടെ പറയുന്നത് കേട്ടു. പക്ഷേ എനിക്കങ്ങനെ ആൾ കുറവുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും നമ്മുടെ പ്രൊസഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരുപാട് പേരുള്ള പോലെ തോന്നുന്നു. പക്ഷേ എനിക്ക് കൂടുതലും ഫെമിലിയർ ആയിട്ടുള്ളവരെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം എനിക്ക് ഈ പ്രൊസഷന് പോകണം. ഞാനിവിടെ മാറി നിന്ന് നിങ്ങൾക്ക്, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഞാൻ ഓടി ഫ്രണ്ടിൽ പോകുവേ. നിങ്ങളെ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കായംകുളം ഇടവകയുടെ ഗുഡ് ഫ്രൈഡേ എങ്ങനെയാണെന്നുള്ളതും നഗരം ചുറ്റൽ പ്രദക്ഷിണവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അല്ലെങ്കിൽ എനിക്കും അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ പോകും. ഞാൻ മുന്നേ അങ്ങ് കയറിപ്പോവും, അത് വേറെ കാര്യം. അപ്പം എല്ലാവരും വീഡിയോ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഈ വീഡിയോ ഫുള്ള് കാണുകയും വേണം കേട്ടോ, സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ. അതൊക്കെ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കാണുക. അപ്പം നമ്മുടെ ജീസസിനെയും കൊണ്ടുള്ള മഞ്ചിൽ വരുന്നുണ്ടോ, വണ്ടി വരുന്ന കണ്ടോ, അതൊക്കെ നമ്മൾ മുല്ലപ്പൂ കൊണ്ടൊക്കെ അലങ്കരിച്ച്, ഇതാണ് ഞങ്ങളുടെ ഇടവകയിലെ അച്ഛൻ കേട്ടോ. അതിപ്പോൾ നിങ്ങൾ പലതവണ കണ്ടു കാണും, ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അച്ഛൻ ഉണ്ടാവുമല്ലോ. പെരുന്നാളിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, പെസഹ വ്യാഴാഴ്ചയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം നമ്മുടെ അച്ഛനുണ്ട്. ജീസസിനെ കൊണ്ടുവന്നുണ്ട്, ജീസസ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടട്ടെ. നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് നഗരപ്രദക്ഷിണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഖബറടക്കമുണ്ട്. ഖബറടക്കം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിരിയുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു. ഗോഡ് ബ്ലെസ്.